കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ബിയറൊക്കെ വാങ്ങി സമാധാനമായി കുടിക്കാൻ തന്റെ സ്വന്തം വീട്ടിലെ ടെറസിലേക്ക് ചെന്ന ഹാനോൾ ജോങ്കുവിനെ കണ്ട് ഞെട്ടി നിൽക്കുന്നതാണ്. നീ ജോങ്കു അല്ലേ? അല്ല. ആണ്, നീ ജോങ്കു തന്നെ. അറിയാമെങ്കിൽ എന്തിനാ ചോദിക്കുന്നേ? നീ എന്താ എന്റെ വീട്ടിൽ? നിന്റെ വീടോ? നോ വേ. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹാനോളുടെ വീടിന്റെ മുകളിലെ നില വാടകയ്ക്ക് കൊടുക്കാൻ അവളുടെ അമ്മ തീരുമാനിച്ചെങ്കിലും ആരെയും കിട്ടാത്തത് കൊണ്ട് അവളുടെ കൂട്ടുകാരിയോട് ഈ കാര്യം പറഞ്ഞിരുന്നു. അതെ, അന്ന് അവളെ ലഞ്ചിന് ക്ഷണിച്ച അതേ കൂട്ടുകാരിയോട്. അവൾ വഴി ജോങ്കുവിന്റെ കൂട്ടുകാരൻ ഇതിനെപ്പറ്റി അറിയുകയും ജോങ്കു വീട് നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി അവനോട് പറയുകയും ചെയ്യുന്നു. സോ ഇപ്പോൾ പരസ്പരം അറിയാതെ അവർ ഒരേ കൂരയ്ക്ക് കീഴിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. സത്യമായിട്ട് അത് ഹാനോളുടെ വീടാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ ഇടിവേട്ടേറ്റവനെ പാമ്പ് പിടിച്ച അവസ്ഥയാണ്, നിനക്കറിയാവോ? ഇത്ര ഇറിറ്റേറ്റഡ് ആവാൻ നിങ്ങൾ തമ്മിൽ ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്ത് റിലേഷൻഷിപ്പാ ഉള്ളേ? അവൾ നിന്റെ ഫസ്റ്റ് ലവ് വല്ലതും ആണോ? ലവോ? ഞങ്ങൾ ശത്രുക്കളായിരുന്നടാ. ഇതാ കണ്ടോ, അവളിപ്പോ 5ാമത്തെ കോഫി പൗഡറായി കഴിക്കുന്നത്, 7ാമത്തെ പെൻസിലായി എടുക്കുന്നത്. എന്ത് പഠിത്തമാടാ ഇവള്? നിന്നെപ്പോലെ കൂളായി പഠിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഇതുപോലെ പ്രാന്ത് പിടിച്ച് പഠിക്കുന്ന ഒരാളെ കാണുമ്പോൾ അത്ഭുതം തോന്നുന്നു. അവളൊരു ബുൾഡോസർ പോലെയാ. കൂട്ടുകാരൻ ക്ലാസ്സിൽ വലിയ ശബ്ദത്തിൽ ബുൾഡോസർ ഓടിക്കുന്നത് പോലെ കാണിക്കുന്നു. ദേ, നിനക്കൊന്നും കാണുന്നില്ല ഞാനിവിടെ പഠിക്കുന്നത്. സോറി. എല്ലാവരുടെയും ചിരി നിൽക്കുന്നു. ഇവളെങ്ങനെ നിന്നെ തോപ്പിക്കുവോടാ? ഏയ്, പിന്നെ നീ എന്തിനാ നഖം കടിക്കുന്നേ? അത് പിന്നെ നാളെ അവരെന്നെ നെയിൽസ് ചെക്ക് ചെയ്യും. പുറത്തേക്കിറങ്ങി അവൻ കാണുന്നത് അടുത്തതായി നടക്കാനിരിക്കുന്ന പരീക്ഷയിൽ ഹാനോളാണോ അവനാണോ ഫസ്റ്റ് വാങ്ങുന്നതെന്ന് പറഞ്ഞ് ബെറ്റ് വെക്കുന്ന ഒരു കൂട്ടം കുട്ടികളെയാണ്. ജോങ്കു പുറത്തൊന്നും കാണിക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിലും ആള് നല്ല ടെൻഷനിലാണ്. അങ്ങനെ മിഡ് എക്സാം കഴിഞ്ഞ് റിസൾട്ട് വരുന്നു. തന്റെ പ്രോഗ്രസ് കാർഡ് വാങ്ങി അതിൽ 2ാം റാങ്ക് എന്ന് കണ്ടതും ജോങ്കു അവിടെ തളർന്നു വീഴുന്നു. അതെ, ഹാനോളിനായിരുന്നു ഫസ്റ്റ് റാങ്ക്. ബാക്കി കുട്ടികൾ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് നഴ്സിംഗ് റൂമിൽ പോകുന്നു. അവന്റെ കാലാകെ നിലത്ത് കിടന്നിഴയുകയായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ സെക്കൻഡ് കിട്ടിയതിന് തലകറങ്ങി വീഴുന്നതിന്റെ പേരിൽ ജോങ്കു സ്കൂൾ മുഴുവൻ നാണം കെടുന്നു. ദേഷ്യവും വിഷമവും എല്ലാം കൂടി ചേർന്ന് എങ്ങനെയെങ്കിലും ഹാനോളിനെ മറികടന്ന് 1ാം സ്ഥാനത്തെത്താൻ അവൻ തീരുമാനിക്കുന്നു. ഓടി വരുന്ന ഹാനോളിനെ പൊട്ടിക്കാൻ ബൈക്കിൽ വരിക, അവളൊരു കോഫി പൗഡർ കഴിക്കുമ്പോൾ 2 ഒരുമിച്ച് കഴിക്കുക, അവളെക്കാട്ടിലും സ്പീഡിൽ കണക്ക് ചെയ്യുക, അങ്ങനെ അങ്ങനെ ഓരോന്നായി അവൻ ചെയ്തു തുടങ്ങി. എന്നിട്ടെന്താവാൻ, ഒന്നും ആയില്ല. പക്ഷെ ഞാനൊരു എനിമീസ് ടു ഫ്രണ്ട്സ് ദെൻ ടു ലവേഴ്സ് അങ്ങനെ ഒരു ട്രാക്കാ പ്രതീക്ഷിച്ചേ. ഹാനോൾ കൂട്ടുകാരിയോട് തനിക്ക് ഡിപ്രഷനുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും അവൾ അതിനത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അവൾ കാഷ്വലായി പറഞ്ഞതായിരിക്കുമെന്നായിരിക്കാം അവളുടെ കൂട്ടുകാരി കരുതിയത്. എന്തൊക്കെ വന്നാലും ഹാനോളുടെ വീട്ടിൽ താൻ നിൽക്കില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് ജോങ്കു ആ സത്യം മനസ്സിലാക്കുന്നത്. ഹൗസ് ലീസ് കോൺട്രാക്റ്റിൽ വീട് കരാർ സമയം കഴിയാതെ മാറുകയാണെങ്കിൽ ഒരു വലിയ തുക നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കാണുന്നത്. അതോടെ അവൻ അവിടെ തങ്ങുകയല്ലാതെ മറ്റു വഴിയില്ലാതാകുന്നു. അന്ന് രാത്രി ഹോസ്പിറ്റലിൽ നിന്ന് അവൾ തിരികെ വന്നതും അവൻ തനിക്ക് മാറാൻ കഴിയില്ല എന്ന് പറയാനൊരുങ്ങുന്നു. എന്താണെങ്കിലും 3.2 ബില്യണോളം പൈസ കടമുണ്ട്. 3.2 ബില്യണോ? അതേന്നെ. അവനാണെങ്കിൽ കഥ പോലെ അവന്റെ അവസ്ഥ വിവരിക്കുന്നു. കൂട്ടുകായിട്ട് അവളെ കണ്ടിട്ട് ഒരാൾ സങ്കടം പറയുമ്പോൾ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന് അവൻ ചോദിക്കുന്നു. നീ ഇങ്ങനെ വിശദീകരിക്കുമെന്ന് ഞാൻ അറിഞ്ഞോ? നീ ഇവിടെ നിൽക്കുവാണോ? ഓ ഹാനോൾ, നിന്നെപ്പോലെ ഒരാൾ ഇവിടെ നിന്ന് എനിക്കതൊരു ബോധനം തിങ്ങയല്ല. എന്ത്? നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നി? ഞാൻ ഉടനെ മാറി ഇവിടുന്ന്, നോക്കിക്കോ. അവൻ നേരെ തിരിഞ്ഞതും ദാ അവളുടെ മാമൻ പുറകിൽ. അവനാണെങ്കിൽ അതവളുടെ മാമനാണെന്നറിയാതെ എന്ത് സ്വഭാവമാണ് ഈ പെണ്ണിന്റെ എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഞാനേ അവളുടെ മാമനാ. അയാൾ പോകുന്നത് തെല്ലൊരു ചമ്മലോടെ അവൻ നോക്കുന്നു. അപ്പുറത്തോടെ നടന്നു വന്ന ഒരു പയ്യനോട് ഇവിടെയുള്ളവരൊക്കെ ആ പോയ ആളെ പോലാണോ പരിക്കനാണോ എന്നവൻ ചോദിച്ചപ്പോൾ ആ പയ്യൻ പറഞ്ഞതോ അതെന്റെ മാമനാ. അതെ, ആ പയ്യൻ ഹാനോളുടെ അനിയനായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായി ചമ്മിനാറി ജോങ്കു ടെറസിൽ തന്റെ റൂമിൽ കയറി കിടക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടുന്ന് മാറണമെന്നവൻ തീരുമാനിക്കുന്നു. പുറത്ത് മറ്റാരുടെയും നിഴലനക്കം അവൻ കാണുന്നുണ്ടെങ്കിലും ഇറങ്ങി നോക്കിയപ്പോൾ ആരെയും കാണുന്നുമില്ല. ഉറങ്ങാനായി ഒരു നോക്ക് കണ്ണടയ്ക്കുമ്പോഴോ ചോര വാർന്നു മരിച്ച ആ സ്ത്രീയുടെ മുഖവും. അതെ, ആകെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവൻ. പിറ്റേന്ന് രാവിലെ തന്നെ മറ്റു വീടുകൾ തിരക്കി അവൻ ഇറങ്ങുന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊരു കേസിൽ പെട്ടുകിടക്കുന്ന ഒരാൾക്ക് വീട് വിശ്വസിച്ച് നൽകാൻ ആരും തയ്യാറാകുന്നില്ല. അപ്പോഴാണ് അവന്റെ ഫ്രണ്ട് അവനെ അയാൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വരാൻ വിളിച്ചു പറയുന്നത്. ജോങ്കുവിന്റെ കൂടെ അന്ന് ഓപ്പറേഷനിൽ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സ്റ്റാഫ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം കോടതിയിൽ മൊഴി കൊടുത്തിരുന്നു. അയാൾ കുറച്ച് നാളെ ആയിരുന്നുള്ളൂ ജോങ്കുവിന്റെ കൂടെ സ്റ്റാഫായി കയറിയിട്ട്. അയാളെക്കുറിച്ച് അന്വേഷിക്കാൻ ജോങ്കു ആ ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഫ്രണ്ട് അന്വേഷിച്ചിട്ട് അയാളെക്കുറിച്ച് ഒരു വിവരം കിട്ടുന്നുമില്ല. അവൻ ജോങ്കുവിനെ കൃത്യമായി വിവരമില്ലാതെ അയാളെ ജോലിക്കെടുത്തതിൽ വഴക്ക് പറയുന്നു. അതേ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു ഹാനോൾ വർക്ക് ചെയ്തിരുന്നത്. അവളോട് പിറകെ ചെന്നിട്ടവൻ എന്ത് ജീവിതമാ, മെഡിക്കൽ ഡ്രാമയിലൊക്കെയുള്ള സക്സസ്ഫുൾ ഡോക്ടറെ പോലെ എന്ന് പറയുന്നു. നീ എന്താ ഇവിടെ? നിന്നെ കാണാനൊന്നും അല്ല, കിങ്മിൻ വിളിച്ചിട്ട് വന്നതാ. ഡോക്ടർ കിങ്മിനെ എങ്ങനെ അറിയാം? അവൻ ഹൈസ്കൂളിൽ എനിക്ക് ട്യൂഷൻ എടുക്കുമായിരുന്നു. ഓ, ബട്ട് ഡോക്ടർ അത്ര നല്ല ട്യൂട്ടർ അല്ലായിരുന്നല്ലേ? അതെന്താ? അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ തോൽപ്പിച്ചതും നീ തലയിറങ്ങി വീണതും? അതെ,
അങ്ങനെ ഫൈറ്റ് തുടങ്ങുകയാണ്. രണ്ടുപേരും അവിടെ നിന്ന് പണ്ട് ക്ലാസ് ടെസ്റ്റ് ഇട്ട കാര്യം വരെ പറഞ്ഞ് തർക്കമാവുന്നു. എന്തായാലും എന്താ, ഞാനല്ലേ കോളേജ് എൻട്രൻസ് എക്സാമിൽ ഫസ്റ്റ് ആയതും ഹാങ്കുക്കിൽ കയറിയതും. നിനക്ക് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ? വേറെ വീട് നോക്കണം നിനക്ക്. അത് തനിക്ക് മറ്റു വീടൊന്നും കിട്ടില്ല എന്ന് അവൻ അപ്പോഴാണ് ഓർത്തത്. അവന്റെ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഹാനൽ ഗുഡ് ലക്ക് ഫോർ ജോബ് ഹണ്ടിങ് എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്നു. ഓഹോ, നീ വലിയ ആള്, നല്ല ജോബും വീട്ടുകാർക്ക് കെട്ടിടവും ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ എന്നെപ്പോലെ ഒരു നിമിഷം മതി ഇതൊക്കെ ഇല്ലാതാവാൻ. പെട്ടെന്ന് അവൾ നിന്നതും അവൻ 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കുന്നു, ഫോർ സേഫ്റ്റി. പക്ഷേ അവൾ ഫോണിൽ മെസ്സേജ് വന്നിട്ടായിരുന്നു നിന്നത്. താൻ പോകുവാണെന്നും പറഞ്ഞവൻ അവന്റെ വഴിക്ക് പോകുന്നു. അവൾക്ക് അന്ന് നല്ലോണം വഴിക്ക് സീനിയർ ഡോക്ടറിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നു. അയാളാണെങ്കിൽ അവളുടെ കാലിൽ ചവിട്ടുക വരെ ചെയ്യുന്നു. അയാൾ എന്തിനാണ് ഇവളെ ഇങ്ങനെ വഴക്ക് പറയുന്നതെന്ന് വെച്ചാൽ അയാൾക്ക് ഒരു ഡിസർട്ടേഷൻ തീസിസ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. അതിന്റെ മെയിൻ പണി മൊത്തം ഇവളെ ഏൽപ്പിക്കും. എന്നിട്ടോ ഇവള് കൊണ്ടുകൊടുക്കുന്ന തീസിസിൽ അയാളായിട്ട് കുറച്ച് മാറ്റങ്ങൾ വരുത്തും. ആ മാറ്റങ്ങൾ കാരണം എപ്പോഴും അയാളുടെ തീസിസ് റിജക്റ്റ് ആവുകയും ചെയ്യും. അതിന്റെ കളിപ്പ് മുഴുവനുമാണ് ഇവളിൽ അയാൾ തീർക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടി അത്യാവശ്യമായി ഡെലിവറിക്ക് കൊണ്ടുവന്നുവെന്നും അങ്ങോട്ടേക്ക് ചെല്ലാനും സീനിയർ ഡോക്ടർക്ക് നിർദ്ദേശം വരുന്നു. ഓരോ മാരണങ്ങൾ. സരിത ചെയർമാന്റെ മോള, അതെന്താ മുന്നേ പറയാഞ്ഞേ? അയാൾ ഹാനലിനെയും വിളിച്ചുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നു. സീനിയർ ഡോക്ടർക്കാണെങ്കിൽ ആ കുട്ടിയുടെ കയ്യിൽ കൃത്യമായി സൂചി കുത്താൻ പോലും പറ്റുന്നില്ല. ഒരുപാട് സ്ഥലത്ത് അയാൾ കുത്തി നോക്കുന്നുണ്ടെങ്കിലും അവസാനം ഹാനലാണ് കൃത്യമായി സൂചി കുത്തുന്നത്. ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും മറ്റൊരു സീനിയർ അവൾക്ക് അവരുടെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനും പറയുന്നു. സത്യത്തിൽ ഇവർക്കൊന്നും നാണമില്ല ഹാനലിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യാനെന്ന് നമുക്ക് വരെ തോന്നിപ്പോകും. പിറ്റേന്ന് അവൾ ട്രീറ്റ്മെന്റിന് പോയപ്പോൾ ഡോക്ടർ അത്യാവശ്യമായി ലീവ് എടുത്ത് റെസ്റ്റ് ചെയ്യണമെന്നും അല്ലെങ്കിൽ ഡിപ്രഷൻ വേഴ്സ് ആവുമെന്നും പറയുന്നു. തിരികെ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയതും ചെയർമാന്റെ ഭാര്യ തന്റെ മകളുടെ കയ്യിൽ ആരാണ് ഇത്രയും കുത്തി പാടുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് എല്ലാ ഡോക്ടേഴ്സിനെയും വിളിച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു. സീനിയർ ഡോക്ടർ തന്റെ കുറ്റം മറയ്ക്കാനായി അത് ചെയ്തത് ഹാനൽ ആണെന്നും പറയുന്നു. അവൾക്കതൊന്നും എതിർക്കാൻ പോലും സാധിച്ചില്ല. തിരികെ തന്റെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഹാനലിനെ സീനിയർ ഡോക്ടർ വീണ്ടും ശാസിക്കുന്നു. നിന്നെ പോലുള്ള ഒരു മുട്ടുകാലിൽ വീണ് മാവ് പറഞ്ഞാലും കുഴപ്പമില്ല. എന്താ നിനക്ക് പറ്റില്ലേ അത്? നിന്നെ പോലെ ഒന്നിനും കൊള്ളാത്തവർ അതെങ്കിലും ചെയ്യുക. ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണോ? നിങ്ങളല്ലേ അത്? എന്ത്? നീ എന്താടി പറഞ്ഞത്? നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാത്തത് നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവനായോണ്ടാ? നാണമില്ലേ നിങ്ങൾക്ക് സ്വന്തം കുറ്റി എന്റെ മുകളിൽ ചേർത്താൻ? അയാൾ അലറി വിളിച്ച് അവളെ അടിക്കാൻ ഒരുങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ ഹാനൽ ആരാ മോള് തിരിച്ചടിച്ച് അയാളെ നിലത്തിടുന്നു. ഇതുപോലെ ചെറുമുളിന്റെ അടുത്ത് ചെന്ന് മുട്ടുകാലിൽ കുത്തിയെന്ന് മാപ്പ് പറ, ഡേർട്ടി സ്കംബർഗ്. നീ എന്താ വിചാരിച്ചേ? എന്നെ അടിച്ചിട്ടിട്ട് ഡോക്ടറെ വിലസാമെന്നോ? വേണ്ട, ഞാൻ സ്വയം കിറ്റ് ചെയ്യുക. അവൾ കോട്ടും ഐ ഡി കാർഡും അവിടെ ഊരി വെച്ചിട്ട് നല്ല സ്റ്റൈലായി നടന്നു പോകുന്നു. അതെ, സ്വന്തം ആരോഗ്യം പരിഗണിച്ച് തന്റെ സെൽഫ് റെസ്പെക്റ്റിനെ ഉയർത്തിപ്പിടിച്ച് അവൾ പുറത്തേക്ക് പോകുന്നു. ഈ വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത്. ഹോസ്പിറ്റൽ മുഴുവൻ ഹാനൽ സീനിയർ ഡോക്ടറെ അടിച്ചിട്ടിട്ട് കിറ്റ് ചെയ്തുവെന്ന് പടരുന്നു. അവളുടെ ഫ്രണ്ട് ഇതറിഞ്ഞ് വാണമിട്ട പോലെ അവളെ തിരക്കിയിറങ്ങുന്നു. അവളുടെ വീടിന് മുന്നിൽ വെച്ച് കണ്ടപ്പോൾ പരിസരം മറന്ന് എന്തിനാ ജോലി ക്വിറ്റ് ചെയ്ത് പോയതെന്ന് ചോദിക്കുന്നു. ഇതാണെങ്കിൽ അവളുടെ അമ്മ കേൾക്കുന്നു. കഴിഞ്ഞ എല്ലാവരോടും തന്റെ മകൾ ഒരു വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടറാണെന്ന് പറഞ്ഞു നടന്ന അമ്മയ്ക്ക് അഭിമാനക്ഷതം തന്നെയായിരുന്നു തന്റെ മകൾ ക്വിറ്റ് ചെയ്തു എന്നത്. അവൾ ഹോസ്പിറ്റലിലെ അവസ്ഥ പറയാൻ ശ്രമിച്ചെങ്കിലും അമ്മ അതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. അവസാനം അവൾ തനിക്ക് ഡിപ്രഷൻ ആണെന്ന് പറഞ്ഞിട്ട് വരെ ഡിപ്രഷൻ എന്നൊരു സംഭവമേ ഇല്ല എന്നും അതൊക്കെ നോൺസെൻസ് ആണെന്നുമാണ് അമ്മ പറഞ്ഞത്. അതോടെ ഹാനൽ വീട്ടിൽ നിന്നിറങ്ങുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഇതെല്ലാം ജോങ്കു കേൾക്കുകയും ചെയ്യുന്നു. രാത്രി പുറത്തൂടെ നടക്കുകയായിരുന്ന ജോങ്കു ഹാനലിനെ കാണുന്നു. അവളോട് തന്റെ കൂടെ സോജു കുടിക്കാൻ വരുമോ എന്നവൻ ചോദിക്കുന്നു. അങ്ങനെ അവർ ഒരുമിച്ച് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുന്നു. എന്നാൽ ആ റെസ്റ്റോറൻറ്റിൽ അവരുടെ സ്കൂളിന്റെ മീറ്റപ്പ് നടക്കുകയായിരുന്നു. അവരെ അപ്രതീക്ഷിതമായി അവിടെ കണ്ട കൂട്ടുകാർ അവരെ വിളിച്ച് തങ്ങളി കൂടി ഇരുത്തിയിട്ട് ജോങ്ങുവിനെ ഇരുത്തി അങ്ങ് അപമാനിക്കുന്നു. അവസാനം ഒന്നും പറയാതെ അവൻ ഇറങ്ങുന്നു. താൻ ഫ്രണ്ട്സ് എന്ന് കരുതിയവർ വരെ തന്റെ നേരെ പുറത്തിരിക്കുന്നത് അവന് തീർത്തും ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു. നീ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഞാൻ നിങ്ങളുടെ പുറകെ വരുമൊന്നുമല്ല. നിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ ഞാനും താമസിക്കുന്നത്, സെയിം റൂട്ട്. അവനൊന്നും മിണ്ടുന്നില്ല. നമുക്ക് മറ്റൊരിടത്ത് പോയി സോജു കുടിച്ചാലോ? അങ്ങനെ അവർ മറ്റൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. നീ നന്നായി കുടിക്കുന്നല്ലോ. അതെ, ഞാൻ നല്ല കോമ്പറ്റീറ്റീവ് ആയതുകൊണ്ട് ഡ്രിങ്കിങ്ങിൽ പോലും ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. ആഹാ, അതൊക്കെ പണ്ട്. നമുക്ക് നോക്കാം ആരാ നല്ല ഡ്രിങ്കർ എന്ന്. തോറ്റിട്ട് നീ തലയിറങ്ങി വീണാൽ ഞാൻ വീണ്ടും ആംബുലൻസ് വിളിക്കേണ്ടി വരുമോ ദൈവമേ. അങ്ങനെ അവർ ഡ്രിങ്കിങ് കോമ്പറ്റീഷൻ തുടങ്ങുന്നു. രണ്ടുപേരും വിട്ടുകൊടുക്കാതെ കുടിക്കുന്നു. ഒരുപാട് കുടിച്ചു കഴിഞ്ഞ് താനാണ് ഏറ്റവും സോബർ ആയിരിക്കുന്നതെന്ന് പറഞ്ഞ് രണ്ടുപേരും വീണ്ടും മടിയാകുന്നു. നിന്നെ ജയിക്കാൻ അനുവദിക്കാം, സിമ്പതി കൊണ്ട്. എന്തിനാ എനിക്ക് നിന്റെ സിമ്പതി? ഞാനാണെങ്കിൽ എൻ്റെ സീനിയർ ഡോക്ടറെ വൃത്തികെട്ടവനെ തള്ളിയെന്നെങ്കിലും പറയാം. നീയോ? ചെയ്യാത്ത തെറ്റിനല്ലേ നീ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത്? നീ ഓൾറെഡി ചൈൽഡിഷാ. നിനക്ക് ഒരിക്കലും ഇതുപോലൊരു തെറ്റ് ചെയ്യാനോ അത് മറച്ചു വെച്ച് കള്ളം പറയാനോ പറ്റില്ല. ജോങ്ങു ആകെ സെന്റിമെന്റൽ ആകുന്നു. കാരണം ആദ്യമായിട്ടാണ് ഒരാൾ താൻ തെറ്റുകാരനല്ല എന്ന് പറഞ്ഞത്. നിന്റെ മുഖം കണ്ടിട്ട് ഇപ്പൊ കരയുമെന്ന് തോന്നുന്നല്ലോ. എന്ത് ചെയ്യാനാ, പെട്ടെന്ന് ഇപ്പൊ ഞാൻ നല്ല ഇമോഷണൽ ആവുക.
അങ്ങനെ അവർ ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് തിരികെ നടക്കുമ്പോൾ ഒരു കറുത്ത ഡ്രസ്സിട്ട ആൾ അടുത്തുകൂടെ പോകുന്ന കണ്ടിട്ട് ജോങ്വു നിലവിളിക്കുന്നു. നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അതെനിക്ക് കറുത്ത ഡ്രസ്സിട്ട് ആരെ കണ്ടാലും പേടിയാ. ആരും എന്നെ പിന്തുടർന്ന് അപായപ്പെടുത്തുമോ എന്ന് തോന്നല. പണ്ട് തൊട്ടേ എൻ്റെ ആഗ്രഹമായിരുന്നു നിന്റെ തലക്കിട്ട് നല്ല കിഴക്ക് വെച്ച് തരണമെന്നത്. ആ, എൻ്റെയും ആഗ്രഹമായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് രണ്ടുപേർക്കും അതിപ്പോ അങ്ങ് നടത്തിയാലോ? ആദ്യം താനെന്ന് പറഞ്ഞ ഹനൽ ജോങ്വുവിനിട്ട് നല്ല കിഴിക്ക് വെച്ച് കൊടുക്കുന്നു. പെട്ടെന്നാണ് ഫോണിൽ അമ്മയുടെ മെസ്സേജ് അവൾ കണ്ടത്. മോളെ, എനിക്ക് ഹെൽത്തി ആയ മോളെയാണ് ഇഷ്ടം. നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. അമ്മ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു. ഇത് കണ്ടിട്ട് അവളുടെ കണ്ണു നിറഞ്ഞൊഴുകുന്നു. തൻ്റെ ഊഴമാണെന്നും പറഞ്ഞ് അവളെ അടിക്കാൻ വന്ന ജോങ്വു ഇത് കണ്ട് കരയുന്നു. നീ എന്തിനാ കരയുന്നേ? നീ കരയുമ്പോൾ എനിക്കും കരയാൻ തോന്നുവാ. അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് കരയുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട് നാളെ എനിക്ക് ബോധം വരുമ്പോൾ ഇവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ഞാൻ റിഗ്രറ്റ് ചെയ്യും. ഹാനുൽ ചിന്തിക്കുന്നു. ഓ, ഇവളെ കെട്ടിപ്പിടിച്ച് കരയേണ്ടി വരുന്നല്ലോ. പക്ഷെ ഇപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ആവശ്യം. ജോങ്വു ഏകദേശം അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. അതെ, അങ്ങനെ അവർ അവിടെ ഇരുന്ന് കരയിട്ട് കൂട്ടുകാരെ കരയട്ടെ. ഇനി എന്ത് നടക്കുമെന്ന് അറിയാൻ അടുത്ത എപ്പിസോഡിലൂടെ വീണ്ടും കാണാം ലൂണ ടോക്സിലൂടെ.